ഐസ്, കപ്പ് ഐസ്, പാൽ ഐസ്, കോൺ ഐസ്. അണ്ണന്റെ കോൺ ഐസ്. ഐസ്. ആജാ ആജാ. ഏത് വെള്ളത്തിലാ ഉണ്ടാക്കിയെന്തോ കുഴപ്പമില്ല. അളി എനിക്ക് മറ്റേ സേമിയ മിച്ചർ മുന്തിരി ഉള്ളത് വേണം. എടിയേ ഡേ എടി ഐസടേ. ഈ പിള്ളേർക്കൊന്നും ഐസ് വരുമ്പോ പണ്ടത്തെ ഒരു സന്തോഷം ഇല്ലല്ലേ, നമ്മക്കേ ഉള്ള ആ ഒരു ഫീല്. അണ്ണാ വാണ്ണ, അണ്ണന്റെ ചിരി നോക്ക്, എനിക്ക് വയ്യ. അടിപൊളി ബൈക്ക് കണ്ട സ്റ്റണ്ട് തുറന്നേ. ഏതൊക്കെ ഉണ്ട്? സ്ട്രോബെറി, മറ്റേ ഇതില്ലേ സേമിയ ഉള്ള സേമിയല്ലേ, സാദാ. ഓ സാധേ ഉള്ളു കേട്ടോ. അളിയനെ ഏത് വേണം? എനിക്ക് ചോക്കോ. എനിക്ക് സ്ട്രോബെറി ചോക്കോ. എടേ നിനക്ക് വേണോ? വേണ്ടേ? മാംഗോ പറണ്ടോ അണ്ണാ? അണ്ണാ എനിക്ക് മാംഗോ. അത് പറയണ്ട അണ്ണാ, നിങ്ങള് ചുമ്മാ. അമ്മയ്ക്ക് വേണ്ട, നിനക്ക് മതിയാ? ഇത്രയും മതി. കമ്പൈസ് നോക്കട്ടെ, കമ്പൈസ് നോക്കട്ടെ. കമ്പൈസ് ഒരു കമ്പൈസ്. ഇത് പണ്ടത്തെ സാധനമല്ലേ? അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഐസ്? മാംഗോ ബാർ. പക്ഷെ നേരത്തേക്ക് ഇവരൊക്കെ ഇടക്കിടക്ക് വരുമായിരുന്നു, ഇപ്പം ഭയങ്കര പാട്. ഹലോ മൂവാണ്ട മാങ്ങ. ഹേ ഗൈസ്, അപ്പൊ ഇന്ന് മകരവിളക്കാണ് സുഹൃത്തുക്കളെ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് മകരവിളക്ക്. നമ്മുടെ ഇവിടെ എത്ര അമ്പലമുണ്ട് മമ്മി? ഒത്തിരി അമ്പലം ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ഉത്സവം നമ്മുടെ മകരവിളക്കാണ്, കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ. അപ്പോൾ നാളെ മകരവിളക്ക്. മകരവിളക്ക് കഴിഞ്ഞിട്ട് ശബരിമല അടക്കത്തില്ലേ? ഇവൻ ഈ കളിപ്പൂടം ഹാപ്പിയുടെ കളിപ്പൂടം മേടിച്ചു വെച്ചോട്ടാ, ഭയങ്കര ശല്യം. അവിടെ ഇരി. രാവിലെ എന്തിനാ വെക്കുന്ന? രാവിലെ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നു. സദ്യയാണോ? ഇഞ്ചിക്കറി വെച്ച് പിന്നെ ഇനി വെച്ചിരി മോരുകറി വെക്കണം, പച്ചടി വെക്കണം, ഇനിയുണ്ട് ജോലി. അപ്പൊ അച്ഛൻ രാവിലെ പോയി. പേട്ടക്കമ്മറ്റി ഭാരഭാഗിയാണ്, അപ്പം അതിന്റെ സംഭവങ്ങളൊക്കെ ഇട്ട് അച്ഛൻ രാവിലെ തന്നെ പോയി. അമ്മാമ്മ വരൂലേ? അമ്മാമ്മ എല്ലാരും, അമ്മാമ്മ മാവളെ എത്തിയെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മളെ ഉത്സവമാണ്, അപ്പൊ മകരവിളക്കാണ്, അടുത്ത വിളിക്കുകയാണ് ഈ ഒരു ദിവസം അല്ലേ. പക്ഷെ നമ്മളിവിടെ ഓണം കണക്കാണ്, ഇവിടെ മകരവിളക്ക്. ഇന്നലെയൊക്കെ സത്യം പറഞ്ഞ റോഡിലൊക്കെ ചെന്നിട്ട് പായസത്തിന്റെ സാധനങ്ങള്, മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ സേമിയ, മറ്റേ മഞ്ഞ സാധനം. നീ എന്നെ കളിയാക്കാണ്. നീ പോ. നമ്മളില് പിന്നെ ഓണം കണക്കാണ് മകരവിളക്ക്. ഞാൻ ഇനി പറയുന്നില്ല. അങ്ങനെയാണ്, അങ്ങനെ നമ്മുടെ ഒരു ഓണമാണ് മകരവിളക്ക് അല്ലേ? അത്ത വിടും. അപ്പം അത്ത വിടൂലല്ലേ? ഇത് മുടിയൊക്കെ ഡൈ അടിക്ക്. ഇന്ന് സെറ്റപ്പ് ആയിട്ട് വേണം പോവാൻ. ഇന്ന് ആള് കൂടണം കേട്ടോ. ഉത്സവം കാണാന്നല്ല, അമ്മയുടെ ആ ലുക്സ് കാണാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കൂരണം. കേരൂ ഇന്ന് എന്തൊരു ഡ്രസ്സാ ഇടുന്ന? സാരിയാണോ? അങ്ങനൊന്നുമില്ല. അത് തന്നെ, സാരിയാണോ ചുരിദാറാണോ എന്നാണ് ചോദിച്ചത്. സാരി പുതിയതൊന്നും ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അത് കൊടുക്കല്ലേ? സാരി കൊടുത്താ ഇരിക്കുവോ ഉത്സവത്തിന്? അത് ശരിയാ. പേട്ടയുടെ കൂടെ ഇത് ഞാൻ ബിന്ദുവിന് മേടിച്ചെടുത്ത സാരി അച്ഛൻ കാപ്പി പിടിക്കാൻ വരുമോ? പേട്ട കമ്മിറ്റി ഭാരഭാഗി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നമുക്ക് കാണാം. ഹലോ. നീ കണ്ടിട്ട് മനഃപൂർവ്വ. അമ്മ മോട്ടർ ഇറഞ്ഞമ്മ. പക്ഷേ ടാങ്ക് ഇറഞ്ഞു. ഹായ് ഏറ്റവും പറഞ്ഞ അപ്പോഴേ ഇറങ്ങി ഓടണം കേട്ടാ. ആ പ്ലോട്ട് ട്യൂഷന്റെ വണ്ടി വലിയ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ട്യൂഷനോ? ട്യൂഷനാ. ആ ഞാൻ അങ്ങനെ കേട്ടത്. വൈ യു ആർ ആംഗ്രി. ഈ ചൂടാവുന്നതിന് ജർമ്മനിയില് എന്തിനാ പറയുന്നറിയാവോ? പായസം ഉണ്ടാമ്മ. ആ ഇന്ന് ഞാൻ പായസം ഞാൻ വെക്കാം കേട്ടോ.
അല്ലെ ഞാൻ ഒരു 4 വരി പാടുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിപ്പോ ശരിയാക്കത്തില്ല, ചെവി അടഞ്ഞിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അളിയ അവിടെ ഇരിക്കണേ. എനിക്ക് കാണി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പാടാൻ പറ്റും. ഓക്കെ, ഇവരാരും വരുന്നില്ല, എല്ലാവരും ഭയങ്കര തിരക്കായണ്ടേ. അപ്പൊ എനിക്ക് 2 പേര് പാടണമെന്നൊരു ആഗ്രഹം. എടി നീയും കൂടെ വന്നിരിക്കണേ, ഞാൻ പാടാൻ പോവാണേ. ഹാപ്പി നീ കയറിയിടാ, ഞാൻ പാട്ട് പാടാം. ആ ഹാപ്പി കുട്ടാ ഇരി. ആ ഒരു താല്പര്യമില്ലേ? ഞാൻ പാട്ട് പാടാൻ പോവാ. ഹലോ ഹലോ ഹലോ, നിങ്ങൾക്ക് ഏത് പാട്ട് കേൾക്കാനാ താല്പര്യം? മലയാളം, ഇംഗ്ലീഷ്? ഓക്കെ, അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചാൽ പ്രിയപ്പെട്ട മാതാശ്രീ അവർ 2 വരി പാടുന്നതാണ്. ഇതിന്റെ സൗണ്ട് കുറയ്ക്കാനാണ് അമ്മ പറയുന്നത്. ഇതില്ല, 2 വരി പാടുക. അമ്മ നമുക്ക് വേണ്ടിട്ട് ആലോചിച്ചിട്ട് അമ്മ പണി ചെയ്യുന്നത്. ഇല്ല, അമ്മ 2 പേര് മുത്തേ മുത്തേ ചിങ്കിരി മുത്തേ നിനക്ക് നിനക്ക് എന്നും ഉറങ്ങിയിടാം ഒരു ചിപ്പിയണിയമ്മ. മതിയല്ലേ? ഓക്കെ, എന്നാ ഞാൻ പാടണേ. ഡൂഡ് പാട്. ഞാൻ ഫീലാക്കി പാടുവാണ്. ഡൂഡ് പാട്. ഇവിടെ വെട്ടം നടന്ന് ബ്ലിങ്ക് അടിക്കും. ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് കേട്ടോ. നാണോ ഇവിടെ പറ്റത്തില്ല. ഇപ്പോഴാണോ വരുന്ന? ഇന്നലെ വരണ്ടേ ഉത്സവത്തിന്? തലേന്നേ വരണ്ടേ? ഇന്നലെ വരണം. ഇന്നലെ ഒന്ന് വേണ്ട അമ്മയ്ക്ക് കരിവളയൊക്കെ മേടിച്ചു കൊടുത്തു. കരിവളയൊക്കെ മേടിക്കായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? ഓ, എന്നിട്ട് ഇന്നലെ അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നലെ വരാൻ എന്ത്? ഇന്നലെ ഇഞ്ചിക്കറി കിടന്ന് പൊളാപ്പോള കിടന്ന് വെക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഇതൊരു പല്ലോലും തേച്ചില്ല. ക്രെഡിറ്റ് ആയിട്ട് പറയണോ? എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? അടിപൊളി. കുറി അമ്പലത്തിലെ പോയാ? സൂപ്പർ സൂപ്പർ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അവിടെ പരിപാടി തുടങ്ങും. ഞാൻ കഴിക്കാൻ പോകണം. എനിക്കിങ്ങനെ ഐറ്റംസ് ഇങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കണം, വട്ടത്തിൽ ഇങ്ങനെ വരണം, നിറച്ചും വേണം. പരിപ്പുണ്ട്, പപ്പടമുണ്ട്. ഇത് അമ്മാമ്മ കൊണ്ടുവന്ന കേട്ടോ, ചാമ്പയ്ക്ക അച്ചാർ സ്പെഷ്യൽ ഐറ്റം. പിന്നെ നാരങ്ങ അച്ചാർ, ഇന്നലെ അമ്മ വെച്ച് ഇഞ്ചി, പച്ചടി. ഇതെന്തായിരുന്നു തോരൻ അമ്മ? മുട്ടക്കോസോ? മസാലൊക്കെ പിടിച്ചിരിക്കുന്നു. എല്ലാരും ഉത്സവത്തിന് പോയിട്ടു. ഞാൻ താമസിച്ചു. അതെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നെ അറിയും. പേട്ട കമ്മിറ്റി എന്നെ അറിയുള്ളൂ. ഗേറ്റ് ഒക്കെ വന്നിട്ട് അടയ്ക്കാം, തുറന്ന് കിടക്കട്ടെ.
ഇനിയിപ്പോ അവിടെ ചെണ്ടമേളമൊക്കെ തീരാറായെന്ന് തോന്നിട്ട് അതിന് മുമ്പ് പോണം. കുളിക്കാൻ കയറി ഒരു അളിയൻ കക്കൂസി കയറി അങ്ങ് താമസമാ. ഞാൻ എപ്പോഴാ റെഡി ആയിട്ടിരിക്കുക. അളിയൻ കാരണം താമസം. ഞാനല്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഞാൻ പിന്നെ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. പാവില്ലെന്ന് ചെണ്ടമേളത്തിന് ഇടയ്ക്ക് ഇടിച്ചു കയറുന്നു. അത്ര സ്പീഡ് വേണ്ട കേട്ടോ, ഇച്ചിരി കുറയ്ക്കാം. ആ അതുകൊണ്ട് ഇറങ്ങുന്ന പ്ലോട്ട് അങ്ങോട്ട് ഇതേതായി അപ്പൂപ്പന്താടി. അളിയാ പോയളിയാത് പോവല്ലേ പോവല്ലേ. എല്ലാം പോയെന്ന് തോന്നറേ. ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. വന്നപ്പോഴത്തേന് എല്ലാരും ഒക്കെ അങ്ങ് പിരിയാൻ തുടങ്ങി. ഞാൻ കുളിക്കാൻ കുറച്ച് ലേറ്റ്. അച്ഛൻ കിടന്ന് വിളിക്കുമായിരുന്നു. ആ എനിക്ക് കാർഡൊക്കെ കിട്ടി. പോന്നില്ല, അതിന്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് പേട്ടക്കം പറ്റി ബാഡ്ജൊക്കെ തന്നു കേട്ടോ അച്ഛൻ. കഴുത്തിട്ടോ. നിങ്ങൾ ഇനി എപ്പോഴാ പോണോ? ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പോ പറഞ്ഞു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുളിക്കണം. ഓക്കെ, ഞാൻ ഇനി അമ്പലത്തിൽ കാണാം കേട്ടോ.
ആദ്യമായിട്ടല്ലേ ഇത്രയും ദിവസം നിൽക്കുന്ന? സാധാരണ ഒരു ദിവസം വന്നിട്ട് അമ്മമ്മയുടെ അപ്പഴേ പോണതാ. അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ഉത്സവമൊക്കെ അല്ലേ. പിന്നെ നമ്മള് കോഴിക്കാല്. ഓ ശരിയാ, നമ്മള് കൊറേ പരിപാടി ചെയ്തേട്ടെ ഇപ്രാവശ്യം. ഉത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉത്സവമായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. അനു പോവുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ബൈ ടാറ്റ. അപ്പൊ ഞാൻ പറഞ്ഞേ കൊണ്ടാക്കാൻ, ഞാൻ കൊണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അളിയനും പോവുകയാണ്. അളിയൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ അതെ. എടി മൈലാഞ്ചി ഉണ്ടായിരുന്നാ? ശേ സമയം കിട്ടിയില്ല. ഇന്ന് നമ്മൾ സാറ്റേ കളിച്ചിട്ടു. ഒരു വെറൈറ്റി വീഡിയോ വരുന്നുണ്ട്. അത് ഈ വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്ന കേട്ടാ. കിട്ടില്ല, നൈസായിരുന്നു. അച്ഛൻ എന്തി? അച്ഛനും പോയല്ലേ? കൊള്ളായിരുന്നല്ലേ? കോമഡി ആയിരുന്നു കേട്ടാ. മൈലാഞ്ചി എടുത്താ? ഇല്ലല്ലേ? ഇനി വരുമ്പോഴത്തേന് ഇടാം. അപ്പൊ ഗൈസ് നേരെ അമ്മാമ്മയുടെ അവിടെ പോവാം. എന്നിട്ട് അനുവിനെ ആക്കിയിട്ട് നമുക്ക് അളിയനെ കൂടെ കൊണ്ടാക്കണം കേട്ടോ. അമ്മാമ്മയുടെ ഇവിടെ പാലൊക്കെ ഇട്ട് കേട്ടോ, തോട്ടിന്റെ പുറക്ക്. അമ്മാമ്മയുടെ ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലം ഓലേരി പാലം. കൊള്ളാം കേട്ടോ പാലം പണിഞ്ഞു. പക്ഷെ ഇരുട്ടായോണ്ടേ കാണത്തില്ല. കറങ്ങി അടിക്കട്ടെ ഞാൻ. വെള്ളം ഉണ്ടോ? അളിയെ പോവാണോ? ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. ഐ ആം എലോൺ മാൻ. എന്നെ ഒറ്റപ്പെടുത്തും. ഇതേപോലെ അലയണം. അടി അനു നീ കെട്ടറേ. ഞാൻ എന്തിനീ പൂ കൊണ്ട് കിടക്കുന്ന? ഞാൻ എന്റെ കെട്ട നിക്കറിന്റെ ഉള്ളി അത്രേ ഉള്ളൂ. എന്റെ ഇതെന്തോന്ന്, നമുക്ക് പെണ്ണുമില്ല പടക്കോഴിയില്ല ഒരൊന്നുമില്ല. അതുമില്ല. അതൊക്കെ സംഭവം കേട്ടോ. അതുകൊണ്ട് പക്ഷെ അണ്ണ കെട്ടു ഒരു ദിവസം. വൺ ഡേ മൂയിക്കോ. ഇതെന്താ കക്കൂസാ? ഓയ് അയ്യോ, കക്കൂസ് ശരിക്കും കക്കൂസാ അല്ലല്ലോ. മോട്ടർ ഇടുന്ന അല്ലളിയാ ഇങ്ങനെ ഇരുന്ന ഇത് സ്വിച്ച് ബോർഡ് മോട്ടറോ? ഞാൻ ചോദിച്ചപ്പോഴേ തുണി ഇങ്ങനെ കിടന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ പേടിച്ചങ്ങ് പോയിടെ. എനിക്ക് അറിയായിരുന്നു അതിനകത്ത് വേറെന്തോ സംഭവമായിരുന്നു. നമ്മളങ്ങനെ ഓമനമ്മയുടെ വീട്ടിൽ എത്തി കേട്ടോ. നമുക്ക് ഇവിടുന്ന് വിളിക്കാം. ഓമനമ്മോയ് ആ വിളിച്ച് അടുക്കളയത്. വേണ്ട എത്തി നിങ്ങളാ മോൾ. ആ ഇന്നലെ ഉത്സവത്തിനോ നിന്റെ പെട്ടെന്ന് പോയാ? കണ്ടില്ലല്ലേ? ഫ്ലോട്ടൊന്നും കണ്ടില്ലേ? കുറച്ചേ കണ്ടുള്ളന്ന് തോന്നുന്നു. എല്ലാം കണ്ടായിരുന്നു. എന്തോണ്ട് ചോറിന്? കൊച്ചു ചൂര കുട്ടി കറിയുണ്ട്, പയറ് കറിയുണ്ട്. കൊച്ചുമോളുണ്ടെങ്കിലേ ഇറച്ചിയൊക്കെ വെക്കത്തുള്ളൂ കേട്ടോ. അല്ലേ? അത്രേ ഉള്ളേ. അതിന്റെ വിഷമമാണ് ഇവർക്കൊക്കെ. ഇവർക്ക് 2 ദിവസമായാലും കിട്ടിയിട്ടില്ലേ? എത്തുന്നുണ്ട്. ചാമ്പയ്ക്ക ചോറ് കുറച്ചെടുക്കാം. സെറ്റ്. എനിക്കിത് മാത്രം തന്നാലും മതി. ഞാൻ തിന്നും. ഇപ്പൊ തന്നെ വായിക്കോളം വരുന്നു. അടിപൊളി. ഇതൊരു അഡിക്ഷനാ. തിന്നാ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഒന്നുകൂടെ എടുക്കാനല്ലേ കടക്കാൻ തോന്നില്ല. ഇത് ലാസ്റ്റ് അളി ഈ ഫോട്ടോ എവിടെ ഞാൻ നമ്മള് പണ്ട് ഗാന്ധി ഭവനിൽ പോയ വീഡിയോ വേറൊരു ഫോട്ടോ ഇട്ടിട്ട്. പണ്ട് ഇത് ഞാനാണ്. അതിനിപ്പുറത്ത് ഞാനും ഉണ്ട്. ഇത് ഞാനാ പണ്ടെടുത്ത ഫോട്ടോ. ഗാന്ധി ഭവനിൽ പോയപ്പോ എടുത്തത്. പണ്ട് ഗാന്ധി അമ്മയെ കാണിച്ചാൽ അമ്മയുണ്ടായിരുന്നത്. ഓ അമ്മ എന്ന് അമ്മാമ്മയുണ്ട്. ഈ ചോറത്തി ചോറ് കഴിക്കുമ്പോ ഫോണിൽ കളിക്കല്ലോ.
പിന്നെ ഇയാൾ ഫോൺ പിടിച്ചിട്ടില്ലിരിക്കുന്നു. ഇയാളിപ്പോ എനിക്കിട്ടങ്ങ് വെക്ക് വന്നല്ലോ. കൊച്ചുവിന്റെ വീഡിയോക്കകത്ത് കൊച്ചുവാണ് ഹീറോ, അപ്പുറത്തോട്ടൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ പറഞ്ഞ നടൻ. ഐ തിങ്ക് ഇത് ചാളയാന്ന് തോന്നുന്നു. ചാള പീരയാക്കിയതുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ ചൂര മീൻകറി ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് വരാം. ഹേ ഗൈസ്, അപ്പം നമ്മൾ അനുവിനെ കൊണ്ടാക്കി പിന്നെ അളിയനെ കൊണ്ടാക്കിയിട്ട് നേരെ വീടെത്തി കേട്ടോ. ഇനി വാങ്ങി ഞാൻ എടുത്തോളാം. എടുക്കണമെങ്കിൽ പറഞ്ഞാ മതി. മകരവിളക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉത്സവം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ ഫ്രീ അല്ലേ? ഫ്രീ അല്ല, ഓട്ടത്തിനുണ്ട്. ഇനി പണിക്ക് പോയില്ല. പണിക്ക് പോയില്ല. ഏകദേശം അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഉത്സവം തുടങ്ങി. ഇനി അങ്ങോട്ട് പരിപാടികളാണ്. ഒരുപാട് ഉത്സവങ്ങൾ നടക്കും. ഇനി ഒത്തിരി ഉത്സവങ്ങളൊക്കെ വരാനുണ്ട്. എന്തായാലും അത്രേ ഉള്ളൂ. തീരുപടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.